എല്ലാവരും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് CNG നമ്മുടെ മലപ്പുറത്തുള്ള CNG കാലിബ്രേഷൻ സെൻ്ററാണ് കേട്ടോ. അപ്പോൾ CNG ഫിറ്റ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. കാലിബ്രേഷൻ 3 വർഷം കൊടുക്കുന്നത് കാലിബ്രേറ്റ് ചെയ്യണം. അതായത് ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി, ടാങ്കിന് എത്ര താങ്ങാൻ പറ്റിയ ശേഷിയുണ്ടോ, തുരുമ്പുണ്ടോ, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് ഒരു 3 വർഷത്തിനും കൂടെ ഓടാൻ പറ്റുമെന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഈ കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ മിക്കവാറും പമ്പുകളും CNG ഫില്ല് ചെയ്യാൻ പറ്റില്ല എന്നാണ് നിയമം. അപ്പോൾ അത് തെറ്റിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഫില്ല് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കാതെ CNG ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ CNGൻ്റെ അപകടങ്ങളും ബ്ലാസ്റ്റിങ്ങൊക്കെ വളരെ അപൂർവമായിട്ടെങ്കിലും കേൾക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ടല്ലോ യൂട്യൂബിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പമ്പിലാണ് ഇതൊക്കെ പമ്പിലേക്കുള്ളതാണ് കേട്ടോ. CNG fuel പമ്പിലേക്കുള്ള ഒരു കാലിബ്രേഷൻ യൂണിറ്റാണ്. അവിടുന്ന് ഫുള്ളായിട്ട് അങ്ങ് എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പെയിൻ്റ് അടിച്ച് രണ്ടാമത് ടാങ്കിൻ്റെ തിക്നെസ്സും മറ്റേ കാര്യമെല്ലാം ടെസ്റ്റ് ചെയ്ത് രണ്ടാമത് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഒന്നിവിടെ വയ്ക്കും, പിന്നെ അടുത്ത് വരുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ പമ്പിലേക്കുള്ളതാണ്. ഒരു കണ്ണൂർ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള CNG പമ്പിലേക്കുള്ള സാധനം കാലിബ്രേഷനായി തിരിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു സാധനം ഒരു കാലിബ്രേറ്റ് ചെയ്തിട്ട് ഒരു സിസ്റ്റം അവിടെ വെക്കും. അപ്പോൾ അടുത്ത പമ്പ് വരുമ്പോൾ അതങ്ങ് എടുത്ത് കൊടുക്കും. അങ്ങനെയാണ് സംഗതി ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വണ്ടിയുടെ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്. ഈ 3 വർഷം ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് CNG നിറച്ച് കിട്ടില്ല, അതാണ്. പക്ഷെ അത് മാത്രമല്ല, ഇത് നമ്മൾ സേഫ്റ്റിയും കൂടെയാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ CNGൻ്റെ ടാങ്കിൻ്റെ തുരുമ്പോ കാര്യങ്ങളോ ഹോളോ എന്തെങ്കിലും ലീക്കോ എന്തോ ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റിയാണ്, എല്ലാവർക്കും സേഫ്റ്റിയാണ്. ഏറ്റവും കൂടുതൽ അപകടം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ കൂടുതലും കണ്ടുവരുന്നത് ഈ CNG ഫില്ലിംഗ് സ്റ്റേഷനിലാണ് അപകടം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ഈ ടാങ്കിൻ്റെ പ്രഷർ ഒന്നായിട്ടൊരു ടാങ്കിലേക്കാണല്ലോ പോകുന്നത് ഫില്ല് ചെയ്യുന്ന സമയത്ത്. അപ്പം അതായിരിക്കാം അപകടകാരണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടാങ്കിൻ്റെ ക്വാളിറ്റി, ടാങ്കിൻ്റെ ടെസ്റ്റിങ് വളരെ അനിവാര്യമാണെന്ന് ആണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞാൻ CNG വർഷങ്ങളായിട്ട് ഫില്ല് ചെയ്യാതെ 2021 കഴിഞ്ഞാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലൊന്നും CNG ഫില്ലിംഗ് സ്റ്റേഷൻ കാലിബ്രേഷൻ സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒഴിവാക്കി തരും ഞാൻ. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ നമ്മളെ മലപ്പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞാൻ എൻ്റെ സിലിണ്ടറും കൊണ്ട് വന്നതാണ്. അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മളെ മലപ്പുറത്തുണ്ട് എന്നുള്ള അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. CNG കിട്ടിയത് എല്ലാവരും തന്നെ ഈ ഒരു സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പം 3000 രൂപയാണ് വരുന്നത് കേട്ടോ. 3000 റുപ്പീസാണ് നമുക്കിത് CNG കാലിബ്രേഷൻ റൈറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ CNG ഉപയോഗിക്കുന്നവരെന്തായിരിക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇതൊരു CNG കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ള സീലാണ് കേട്ടോ. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലുണ്ടാവും. പമ്പിലേക്കുള്ളതാണ്. ഇതൊക്കെയാണ് കാലിബ്രേഷനായിട്ട് വരുന്നത് കേട്ടോ. കാലിബ്രേഷനായിട്ട് വരുന്ന ടാങ്കുകളാണ്. പ്രത്യേകിച്ച് CNG ഭയപ്പെടേണ്ട അതൊന്നും അല്ല. അപ്പോൾ നമ്മളിങ്ങനെ 3 വർഷം കൂടുമ്പോൾ കാലിബ്രേറ്റ് ചെയ്ത് വൃത്തിയാക്കി ടാങ്കൊക്കെ തുരുമ്പൊന്നുമില്ല, ഹോളൊന്നുമില്ല എന്നുള്ള ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു 3 വർഷത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ CNG ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് CNG ഉപയോഗിക്കുന്നവർക്ക് മൈലേജ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ലാഭം തന്നെയാണ് CNG എന്നുള്ളത്. പെർഫോമൻസ് വൈസ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഒരു സ്പോർട്ടി ഡ്രൈവർക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് CNG പറ്റിയൊരു വാതകം എന്ന് ഞാൻ പറയില്ല. മൈലേജുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ CNG തന്നെ ഏറ്റവും അത് ലാഭകരമായിട്ടുള്ള വാതകം. ഒരു ഇന്ധനം, അതൊക്കെ നല്ല ഇന്ധനം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും CNG ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരിക്കലും നഷ്ടത്തിലല്ല, എൻ്റെ അനുഭവമാണ് പറയുന്നത്. അപ്പം കറക്റ്റായിട്ട് CNG കാലിബ്രേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു ഞാൻ ഇത്രയും വർഷമായിട്ട് 2021 മുതൽ CNG ഉപയോഗിക്കാറില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ലോങ് പോകണമെന്നുള്ളതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയിട്ട് CNG കാലിബ്രേറ്റ് ചെയ്ത് വരികയായിരുന്നു പതിവ്. അപ്പോൾ ഏതായാലും നമ്മളെ മലപ്പുറത്ത് ഇതിൻ്റെ ഒരു കേന്ദ്രം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ CNG ഉപയോഗിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഇനി ആ ഒരു ഭയപ്പെടാതെ അധികം ക്യാഷിൻ്റെ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ നടത്താൻ കഴിയും. 3000 രൂപയാണ് ഇതിൻ്റെ കാലിബ്രേഷൻ റേറ്റ് വരുന്നത് കേട്ടോ. സാധാരണ എനിക്കൊരു 2-3 മണിക്കൂർ സമയം എടുക്കും തോന്നുന്നു. 2-2.5 മണിക്കൂറാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ 2 മണിക്കൂറിൽ കൂടുതൽ സമയം എന്തായാലും എടുക്കുന്നുണ്ട് കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂസ്ഫുള്ളായ വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.